ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ദില്ലി വിമാനത്താവളത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തിറക്കി. നിലവിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ തുടരുകയാണ്. എന്നാൽ സുരക്ഷ വർദ്ധിപ്പിച്ചതും നിലവിലെ സാഹചര്യങ്ങളും വിമാനങ്ങളുടെ സമയത്തെയും മറ്റ് നടപടികളെയും ബാധിച്ചേക്കാമെന്നാണ് അധികൃതർ പറയുന്നത്. അതിനാൽ തന്നെ നിരന്തരം ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കണമെന്നും നടപടികളുമായി യാത്രക്കാർ സഹകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ അടച്ചിരുന്നു. അതിർത്തി പ്രദേശങ്ങളിലെ വിമാനത്താവളങ്ങളാണ് അടച്ചത്. നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഈ വിമാനത്താവളങ്ങൾ തുറക്കുന്നതിൽ തീരുമാനമായിട്ടില്ല. അതേസമയം വിമാനത്താവളങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ യാത്രക്കാരുടെ ചെക്ക് ഇൻ ലഗേജുകളും കാർഗോയും പരിശോധിക്കാൻ പുതിയ സംവിധാനം ഏർപ്പെടുത്തി. നിലവിലുള്ള രീതിക്ക് വ്യത്യസ്തമായി ഇനി മുതൽ ലഗേജ് കാർഗോ പരിശോധനയ്ക്കും CISF മേൽനോട്ടം വഹിക്കുമെന്നാണ് വിവരം. നിലവിലെ സാഹചര്യത്തിൽ താൽക്കാലികമായാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. മെയ് 18 വരെ ഈ സംവിധാനം തുടരുമെന്നാണ് വിവരം. ഇതുവരെ വിമാനത്താവളം ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയോ അതത് വിമാന കമ്പനികളുമായി സഹകരിച്ചാണ് ചെക്ക് ഇൻ ബാഗേജുകളും കാർഗോയും പരിശോധിച്ചിരുന്നത്. അതേസമയം യാത്രക്കാർ കൊണ്ടുവരുന്ന ക്യാബിൻ ബാഗുകൾ CISF ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ബോർഡിംഗിന് മുമ്പായി യാത്രക്കാരെ വിധേയമാക്കുന്ന പരിശോധനകൾ CISF തന്നെ നടത്തുന്നതുമായിരുന്നു രീതി. പുതിയ തീരുമാനത്തോടെ എല്ലാ പരിശോധനകളും CISFന്റെ ചുമതലയിലും മേൽനോട്ടത്തിലുമായിരിക്കും നടക്കുക. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.